അവള് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് പറയാൻ നിൽക്കണ്ട. അപ്പൊ അവള് അതിനിപ്പോ എന്താ പറയണം, ബിരിയാണി നന്നായിട്ടില്ല. ഈ ഒരു സീൻ ഉണ്ടല്ലോ, ഞങ്ങളൊരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു, ഞങ്ങൾ എല്ലാവരും കഴിക്കാം. നല്ല ബോറ സാൻഡ്വിച്ച് ആയിരുന്നു. സാൻഡ്വിച്ച് എനിക്ക് തീരെ പിടിച്ചില്ല. ഞാൻ പറഞ്ഞു പറയണം. മമ്മി ഇത് പറയൊന്നും വേണ്ട. അതിന് ഞാൻ പറഞ്ഞു പറയണം, ഇത് കൊള്ളൂല്ലേ, നമ്മളെങ്ങനെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ആ ചേട്ടൻ മമ്മി അവർ വരുമ്പോൾ തന്നെ മമ്മി പറയണ്ട ചേട്ടാ. ഞാൻ പറഞ്ഞു ചേട്ടാ സാൻഡ്വിച്ച് തീരെ കൊള്ളില്ല. ഹിന്ദിക്കാരനായിരുന്നു എന്തോ. ഞാൻ പറഞ്ഞു ബയ്യ സാൻഡ്വിച്ച് നെയ്യ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ സാൻഡ്വിച്ച് കൊള്ളത്തില്ല, അത് ഭയങ്കര ഭയങ്കര ഒനിയൻസ് മാത്രമേ നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ നേരെ അപ്പൊ എല്ലാരും ചിരിക്കാം. നേരെ നമുക്ക് നോക്കുമ്പോഴേ നേരെ ഉൾട്ടടിക്കാം. അതെ അതെ, ക്യാരക്ടർ വൈസ് മമിതയാണ് അത് ശരിക്കും അങ്ങനെ ചെയ്യണ്ടേ. നമ്മളങ്ങനെ ഉൾട്ടടിച്ച് അങ്ങനെയാണ് നമ്മൾ റിയൽ ലൈഫിലും നേരെ ഉൾട്ട കഥാപാത്രങ്ങള്. Hello! Start a SmileyTrips.com franchise at just $1 lakh. Contact SmileyTrips.com now. അമ്മ എപ്പോഴും പറയോ അനു ഇടക്ക് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയൂല്ലേ അമ്മയുടെ? പക്ഷെ ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ വിശപ്പിലായിരുന്നു. അപ്പൊ ഒരു ഫുഡ് കൊണ്ടൊന്നും അല്ലല്ലേ, എല്ലാരും പറയേണ്ട കാര്യങ്ങൾ പറയണം എന്നുള്ളത്. അവള് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി കമ്മിങ് ടു മൈക്ക്. ഞാൻ കുറച്ചുനാൾ മുന്നെയാണ് ആ മൂവി കണ്ടത്. എനിക്കും ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഞാൻ OTT വന്നപ്പോഴാണ് ആ സിനിമ ഇരുന്ന് കണ്ടത്. ഭയങ്കര എന്താ പറയാ, അനുവിന്റെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അനു എന്നെ പറയണ പോലെ നമുക്കൊക്കെ ശരിക്കും എല്ലാവർക്കും ഉണ്ടാവും ബോയ്സ് ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം. ശരിക്കും റിയൽ ലൈഫിൽ ഇപ്പോൾ ബോയ് എന്നുള്ളൊരു ഇതിലേക്ക് മാറണം എന്നുള്ള ടൈമിലും കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ആ മൂവിയിൽ കാണിക്കുന്നുണ്ടല്ലോ, കുറച്ച് ബാഡ് ബിഹേവിയേഴ്സ്. അങ്ങനെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് ആസ്പെക്ട് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട ഒരു ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത്, ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 5ാം ക്ലാസ്സിലായിരുന്നു. അത് കുട്ടി ഫ്രോക്ക് ഇട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ബസ്സിൽ കയറി അധികം ആളുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് 3-4 ആൾക്കാർ അവിടെ ചെന്നിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതൊരു പുള്ളി ബാക്കിൽ വന്നിരുന്നു, അങ്ങനെ വിളിച്ച് അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് അറിയുന്നവർ എൻ്റെ ഒരു ചേച്ചിയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്നെയാണോ വിളിക്കുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ലിറ്ററലി നോക്കുന്ന സമയത്ത് യു വാസ് ലിറ്ററലി മാസ്റ്റുർബേറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ബാക്കിൽ നിന്ന്. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ആ പുള്ളി എന്താ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് എന്താന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാർ അതിലൊരു സൂം കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിയില്ല. അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അത് കണ്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നിന്ന് ഞാനിങ്ങനെ എൻ്റെ അപ്പുറത്തേക്ക് ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ചേച്ചി എഴുന്നേറ്റു. അപ്പം തന്നെ പുള്ളി പോയി. അതെനിക്ക് ഭയങ്കര എനിക്കിപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു. അത് അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് അപ്പം ആ ഒരു ഫാമിലി ഉണ്ടായിട്ടെങ്കിൽ ആ വീട്ടിലൊരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ, അങ്ങനെ എത്ര പെൺകുട്ടികൾ അങ്ങനെ പോയിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോഴും ആ വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും ആ വ്യക്തിയെ പോലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കുറേ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഈ ബസ്സിലൊക്കെ തന്നെ ഒരുപാട് എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ കയറിയിട്ടുള്ള ഓരോ ഇൻസിഡൻസ് ഒക്കെ. ഓക്കെ, ഇപ്പൊ വലുതായി കഴിഞ്ഞിട്ട് അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വലുതായി കഴിഞ്ഞിട്ട് ഇല്ല. വലുതായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് കിട്ടും നല്ല അതുണ്ടായി. എന്താ പറയാ, തിരിച്ചറിയാമല്ലോ, അതായത് എന്താണ് അവർ ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്, പറയാനുള്ള ശേഷിയുണ്ട്. ഓക്കെ, ഇപ്പൊ അനുവിന്റെ റീസെന്റ് ഇപ്പൊ എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ പോലും എനിക്ക് തോന്നുന്നു അനുവിന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ താഴെ വായിച്ച കുറച്ച് കമന്റ്സ് ആണ്, എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, എന്താ ഈ അനുവിന് ഒരു ഡ്രസ്സിങ്ങിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു. ഞാൻ ശരിക്കും ചോദിക്കാം, അനുവിന് അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ക്യാമറ വരുമ്പോൾ അനു ഇങ്ങനെ നിൽക്കുന്നു, കാരണം അവർ കാണുന്ന ഒരു വിഷ്വൽ എന്ന് വെച്ചാൽ അവിടെ ഞാൻ ഇരിക്കുന്നു, ഒരു ക്യാമറ വെക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ക്യാമറ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം, നമ്മളൊന്നും നമുക്ക് മനസ്സിലാവില്ല. നോട്ട് ബിക്കോസ് ഓഫ് അവർ ഡ്രസ്. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ല, ഞാൻ എല്ലാ ഡ്രസ്സും കൊണ്ടുന്ന ആളാണ്. എല്ലാത്തിലും എങ്ങനെയാണ് പുറത്തുനിന്നൊരു വ്യക്തി അത് വസ്ത്രം കൊണ്ടാണ് ഞാൻ അൺകംഫർട്ടബിൾ ആയിരിക്കുന്നത് പറയാം. മേ ബി എനിക്ക് അവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ എന്റെ മുന്നിൽ മൊത്തം ക്യാമറാസ് ആണ്. ഞാൻ ഇങ്ങോട്ട് തരും മൊത്തം ആൾക്കാർ. ഞാൻ ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതാണ് അത്. ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന വസ്ത്രം തന്നെയല്ല, ഞാൻ ഈ കംഫർട്ടായ വസ്ത്രം മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഞാനിപ്പോൾ പുറത്തു പോകുമ്പോഴായാലും നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അതിട്ട് പുറത്തെന്തായാലും അതിപ്പം കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ചിലവരിടേണ്ട സിറ്റുവേഷൻ, നമുക്ക് നമുക്കിപ്പോൾ ചില വസ്ത്രങ്ങൾ they look good but comfortable അല്ല. അപ്പം ചില നമ്മളിപ്പോൾ ഭയങ്കര വലിയ ഹെവി ഡ്രസ്സൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഇടാറുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഇവന്റ് ഇരിക്കുമ്പോൾ എനിക്കത് കംഫർട്ടായിട്ട് ഇരിക്കണം എന്ന് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആയ ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ.
ബട്ട് അതൊരിക്കലും എൻ്റെ ഡ്രസ്സിൻ്റെ കൊണ്ടല്ല, എനിക്കതൊരു എന്താ പറയുക അങ്ങനെ ഇരിക്കുന്ന സമയം ഞാൻ കോൺഷ്യസ് ആകുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നതാണ്. അല്ല ഞാനും ഇങ്ങനെ കുറെ കമന്റ്, അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ എഴുതി വെച്ച അല്ല ഞാൻ ഒരിക്കലും ഞാൻ ഇടുന്ന വസ്ത്രത്തിൽ ഞാൻ അൺകംഫർട്ടബിൾ അല്ല. ഓക്കെ, ഞാനിപ്പോ പ്രണയവിലാസത്തിന്റെ തിയേറ്റർ വിസിറ്റിൽ ആറാട്ടനും വന്ന് സംസാരിക്കുന്ന ആളെ മനസ്സിലായിരുന്നു അവിടെ വെച്ച്. എന്താ വന്നിട്ട് ചോദിച്ച ആള്? ചോദിച്ചിട്ടും അങ്ങനല്ല, പടം പ്രണയവിലാസം നല്ലതാണ്, പടം കണ്ടു ആള് ഇന്റർവെല്ലിനൊക്കെ വന്ന് പറഞ്ഞു നല്ല പടമാണ്, നല്ല രസമുണ്ട് വന്നേക്കുന്നതാണ്, സെക്കൻഡ് ഹാഫിലാണല്ലേ വരുന്നത്, അങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോയി. മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധേയാണ് അനശ്വര രാജൻ. ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തി നായികയായി നിരവധി സിനിമകളിൽ വേഷമിട്ട താരം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത കൂട്ടത്തിലാണ്. രേഖാചിത്രം എന്ന സിനിമയാണ് താരത്തിൻ്റെതായി ഈ വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തിയത്. ഇപ്പോഴിതാ തന്റെ മാതാപിതാക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് അനശ്വര. ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ തുറന്നു പറച്ചിൽ. സാധാരണ രക്ഷിതാക്കൾ അവരുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന പല ഉപദേശങ്ങളും തന്റെ അച്ഛനും അമ്മയും നൽകിയിട്ടില്ല എന്നും മറ്റൊരു വീട്ടിൽ പോകണമെന്നോ വീട്ടുജോലി ചെയ്യണമെന്നോ അവർ പറഞ്ഞിട്ടില്ല എന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് മാത്രമാണ് അന്നും ഇന്നും പറയുന്നതെന്നും അനശ്വര പറഞ്ഞു. തന്റെ പീരീഡ്സ് ഡേ താൻ മറന്നാലും അത് അച്ഛൻ അറിയാമെന്നും പെൺകുട്ടികളെ പിടിച്ച് എന്തിനാണ് ദേവിയും ലക്ഷ്മിയും ആക്കുന്നതെന്ന് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ അച്ഛന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം. എന്റെ പീരീഡ്സ് ഡേറ്റ് പോലും അച്ഛൻ അറിയാം. ഞാൻ പോലും ചിലപ്പോൾ മറക്കാറുണ്ട്. ആ സമയത്ത് വേദനയൊക്കെ വരുമ്പോൾ അടുത്ത കടയിലേക്ക് ഓടിപ്പോയി പഴങ്ങൾ വാങ്ങി വന്ന് എന്നെ കൊണ്ട് കഴിപ്പിക്കും. നമ്മൾ പെൺകുട്ടികളാണ്, വേറെ വീട്ടിൽ പോകേണ്ടവരാണ്, വീട്ടുജോലിയൊക്കെ എടുക്കണം എന്നൊന്നും അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്. അടുക്കളയിൽ മാത്രമല്ല എല്ലാ ജോലിയും ഞാനും ചേച്ചിയും ഒരുമിച്ച് ചെയ്യാറുണ്ട്. ക്ലീൻ ചെയ്യുന്നതായാലും പാചകമായാലും അമ്മയോടൊപ്പം അച്ഛനും ചെയ്യും. ഞങ്ങൾ അതുകൊണ്ടാണ് വളർന്നത്. നാളെ നീ വേറെ വീട്ടിൽ കയറി പോകേണ്ടതാണ് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളുള്ള വീട് ഐശ്വര്യമെന്ന് അച്ഛൻ പറയാറുണ്ട്. പെൺകുട്ടികളെ പിടിച്ച് എന്തിനാണ് ദേവിയും ലക്ഷ്മിയും ആക്കുന്നതെന്ന് താൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെന്നും അനശ്വര പറയുന്നു. സമയം മമിതയുമായി പ്രശ്നത്തിലാണോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ മമിതയുമായി ആരോഗ്യപരമായ മത്സരമല്ലാതെ എല്ലാവരും സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് അനശ്വര പറയുന്നത്. തങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളോ മത്സരങ്ങളോ ഒന്നുമില്ല. അതേസമയം തനിക്ക് മോശമായി നേരിട്ടൊരു അനുഭവത്തെക്കുറിച്ചും അനശ്വര തുറന്നു പറയുന്നുണ്ട്. ഈ സമയത്ത് പല താരങ്ങളും തങ്ങൾക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും മോശം പെരുമാറ്റത്തെക്കുറിച്ചും എല്ലാം ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്. പലരും തങ്ങൾക്ക് നേരെ ഉണ്ടായ മോശം പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. ആ സമയത്താണ് അനശ്വരയും താൻ നേരിട്ടിട്ടുള്ള കുട്ടിക്കാലത്ത് നേരിട്ട ഒരു ലൈംഗിക അല്ലെങ്കിൽ ഒരു മോശം ഒരു അനുഭവത്തെ പറ്റി പറയുന്നത്. തനിക്ക് ബസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടായ ഒരു വലിയ മോശം അനുഭവമാണ് താരം പറയുന്നത്. ആ പ്രായത്തിൽ അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള പക്വതയോ അറിവോ തനിക്കുണ്ടായിരുന്നില്ല. വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു താൻ. എന്നാൽ ഇന്നാണ് ആ കാര്യം മനസ്സിലാകുന്നതെന്നും എന്നാൽ അതിന്റെ ട്രോമ ഇപ്പോഴും തനിക്കുണ്ടെന്നും അനശ്വര പറയുന്നുണ്ട്.